മണി 11 എണീറ്റേ ഇത്ര സമയം കിടക്കാൻ തുടങ്ങിയിട്ട് മരുന്ന് കഴിക്കണ്ടേ അല്ലേ? ദിവസമുള്ള രാവിലെ അലാറം കേട്ട് ഞാൻ ഇന്ന് എണീറ്റു. എനിക്ക് പനിയാണ്, എണീക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ എണീറ്റേ പറ്റുള്ളൂ. കാരണം ഫുഡ് കഴിക്കണം, മരുന്ന് കഴിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് വാട്ട് ഐ ഈറ്റ് ഇൻ മൈ പനി ഡേ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അടുക്കളയിലോട്ട് പോയി കുറച്ചേരം കൂടെ പോയി കിടന്നുറങ്ങും. സാധാരണ ഞാൻ എപ്പോ വീട്ടിൽ വന്നാലും ഇതാണ് എന്റെ വീട്ടിലെ ഒരു സിറ്റുവേഷൻ. എന്നാലും പറഞ്ഞാലും ഫുഡിന്റെ കാര്യത്തിൽ പഞ്ഞമില്ല നമുക്ക്. ഫുഡ് ഇന്ന് രാവിലെ അപ്പവും ബീഫും ആണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. പക്ഷേ അത് ഉച്ചയായി എന്ന് ഓർക്കണം. അങ്ങനെ അപ്പവും ബീഫും നമ്മൾ ചട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വെറൈറ്റി ആണ്. കാരണം കമ്പാരിറ്റീവ്ലി ഞാൻ പ്ലേറ്റിൽ കഴിച്ചു വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറച്ചുകൂടെ ടേസ്റ്റ് കൂടിയതുപോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. കാരണം വ്യത്യാസം നമുക്ക് രുചിച്ച് അറിയാൻ പറ്റുള്ളൂ. വേറൊന്നുമില്ല അമ്മ, അപ്പം മാത്രമല്ല കഴിക്കാൻ. അപ്പം പോരെ, ചായക്കടയാണ്. ഇടിയപ്പവും ദോശ, മസാല ദോശ ഒക്കെ വേണം. എന്താ ഇത്? രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. മതി, അത് കഴിച്ചാൽ മതി. 11 മണിക്ക് എണീറ്റ് വന്നിട്ട് എന്റെ മമ്മി കുറച്ച് മുടയാണ്. കാരണം വേറെ ഒന്നുമില്ല, താമസിച്ച് എണീറ്റതുകൊണ്ട്. അതിപ്പോ എല്ലാ പ്രശ്നം അത് കേൾക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഫുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിൽ വാശി എന്റെ വീട്ടിൽ കാണിക്കാറില്ല. അതുകൊണ്ട് കുറച്ച് പഴങ്കഞ്ഞിയും കൂടെ തന്നു. വേറെ ഒന്നുമില്ല. പഴങ്കഞ്ഞി ശരത്തിന് ഇപ്പൊ നല്ലതാണോ, പനി പിടിച്ചിരിക്കും നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ആ പഴങ്കഞ്ഞിയും കേരക്കറിയും തൈരും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ശരം ഒന്നുകൂടെ തണുത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് നമുക്ക് ബീഫ് റോസ്റ്റ്, പയർമെഴുക്ക് പുരട്ടിയത്, കേരക്കറി, അതുപോലെ ചൂര, അച്ചാറും തൈരും രസവുമാണ്. നമ്മൾ വീട്ടിലുള്ളപ്പോൾ കറക്റ്റ് സമയത്തിന് ഭക്ഷണം, കറക്റ്റ് സമയത്തിന് ഉറക്കം, വളരെ ലാവിഷ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് നമ്മളിവിടെ നയിച്ചുകൊണ്ട് പോകുന്നത്. ടിപ്പ് കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്. പക്ഷെ നമ്മളൊന്നും കൊടുക്കത്തില്ല. കാരണം അവന്റെ സമയമായിട്ടില്ല. എന്റെ സമയമാകുമ്പോൾ ഞാൻ കൊടുത്തോളാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഒന്നാമത് എനിക്ക് വയ്യ, പിന്നെ നമ്മൾ കഴിക്കുന്നില്ല, ഇറങ്ങി പോകണമല്ലോ, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉച്ചമയക്കത്തിലോട്ട് പോകാം. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ഇനി കുറച്ചു നേരം ഉറങ്ങാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ.